നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അതൊരൊറ്റ ദീനാണ്, അത് പല ദീനുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേലുകാർ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചു. വസതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. ഭിന്നതയുടെ കാര്യത്തിൽ ജൂതന്മാരെയും നസ്രാണിമാരെയും കടത്തി വെട്ടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലതൻ വാഹിദ. ഈ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ വമാ ഹിയ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ കൂട്ടരാരാണ്, അവരാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന യഥാർത്ഥ ദീനിൻ്റെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ, അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ അവരാണ്. അപ്പോൾ അവരുടെ വിശേഷണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ. ഇതാണ് അസത്യത്തിൽ നിന്ന്, ബാത്തിലിൽ നിന്ന് സത്യത്തിനെ അളക്കാനുള്ള അളവുകോൽ. ഇതാണ്. ആര് എന്തുകൊണ്ടുവന്നാൽ, ഏതൊക്കെ കക്ഷികൾ, എത്രയൊക്കെ കക്ഷികൾ ഉണ്ടായാലും അവരുടെ മാർഗം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണോ, സഹാബികൾ നിലകൊണ്ട മാർഗമാണോ എന്ന് പരിശോധിച്ചാൽ അവർ സത്യത്തിൻ്റെ ആളുകളാണോ അസത്യത്തിൻ്റെ ആളുകളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.